നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുമ്പോഴല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പിക്കും. നമ്മുടെ ഉയരത്തിലൊരു ആഗ്രഹം വലുതാകട്ടെ. എൻ്റെ ആഗ്രഹം യേശുവാണ്, യേശുവിലുള്ള നിറവാണ്. എനിക്ക് ഒരു തലവേദന പ്രാർത്ഥിച്ചപ്പോൾ മാറി, പല്ലുവേദന മാറി, ക്യാൻസർ മാറി, കാശ് കിട്ടി, വീട് കിട്ടി, സൈക്കിൾ കിട്ടി, ബംഗ്ലാവ് കിട്ടി. ഇതിനൊന്നും അല്ല എൻ്റെ ആശ. എൻ്റെ ആശ യേശുവാണേ. എൻ്റെ യേശുവിലാണ് എൻ്റെ ആശ. യേശുവാണ് എൻ്റെ പ്രത്യാശ. ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം, ഇതൊന്നുമല്ല മേന്മ. യേശുവാണ് എൻ്റെ മേന്മ. യു ആർ മൈ എവറിത്തിങ്. സി, അവൾ മേന്മയായിട്ട്, ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ട്, വാല്യുബിളായിട്ട്, പ്രഷ്യസ് ആയിട്ട് കണ്ടത് മുഴുവനും ഒഴിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കാണുന്നത് പ്രഷ്യസ് ആയിട്ട് ഇതൊന്നും അല്ല, യേശുവിനെയാണ്. യേശു കർത്താവ് ഈ പരീക്ഷൻ്റെ വീട്ടിലേക്ക് കടന്നു പോയപ്പോഴും അവൻ ഒന്നും ചെയ്തില്ല എന്നല്ല, അവൾ നിർബന്ധമായിട്ട് വീട്ടിൽ വന്ന് ഇരിക്കുക, അത് യേശു കർത്താവ് ഇരിക്കുക, വെള്ളം കൊടുത്ത് കാണും. ഇവിടെ നിർബന്ധമായിട്ട് ഒരു വീട്ടിൽ നമ്മളൊരു ഗസ്റ്റ് വന്നാൽ കൊടുക്കത്തില്ലയോ, ഒരു അതിഥിയെ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യും. പക്ഷേ ഉള്ളുകൊണ്ട്, ഹൃദയത്തിൽ നിന്ന് അവൻ്റെ കപ്പാസിറ്റിയുടെ ടോപ്പ് ടു ദ ബെസ്റ്റ് അവൻ ചെയ്തില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തതിന് ഒരു മെഷർ ഉണ്ടായിരുന്നു. എന്താ വചനം? നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് ലഭിക്കും. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് മെഷർമെൻ്റ് ഇല്ല, ഇവിടെ മെഷറിങ് ടേപ്പ് ഇല്ല. ഇവർക്ക് ഇനി അത് വേണ്ട. അവൾ പറയും ഇതിനേക്കാളും വലുതിനെ കിട്ടിയിരിക്കുകയാണ്. ഇതിനേക്കാളും വലുത് അവൻ്റെ വീട്ടിൽ വന്ന് ഇരുന്നിട്ടും അവന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ, സെൻസ് ചെയ്യുവാൻ പറ്റിയില്ല. എന്നാൽ അതിനകത്ത് കടന്നു വന്ന ആ സഹോദരിക്ക്, പട്ടണത്തിൽ പാപിനിയായ സഹോദരിക്ക് മേന്മയേറിയതിനെ കണ്ടെത്തുവാനിടയായി. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ കണ്ടെത്തുന്നുവെങ്കിൽ നിങ്ങൾ ജീവനെ കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് വാട്ട് ദ ബൈബിൾ സീസ്. അതാ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ടെത്തുന്നുവെങ്കിൽ നിങ്ങൾ ജീവനെ കണ്ടെത്തുന്നു.